ഹായ് ഗസ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെർവർ റൺ ചെയ്തിരുന്നു ഒരു റോഡ് ജേസൺ ഡാറ്റ വെച്ചിട്ട്. നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ രണ്ട് ടെർമിനലുണ്ട് ഇവിടെ. ഇപ്പോൾ രണ്ട് ടെർമിനൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് 4000 ലിസൺ ചെയ്യുന്ന പോർട്ട് നമ്പർ, പിന്നെ ഒന്ന് 3000 ലിസൺ ചെയ്യുന്ന പോർട്ട് നമ്പർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഔട്ട്സൈഡ് API വെച്ച് വിളിച്ചിട്ട് ഡാറ്റ എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾക്ക് സ്റ്റാറ്റിക് ഡാറ്റ ആണുള്ളത്. ഈ സ്റ്റാറ്റിക് ഡാറ്റയുടെ പകരം ഒരു തേർഡ് പാർട്ടി API വിളിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ഡാറ്റ കൊണ്ടുവരാൻ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഗ്രാഫിക്കലിലുള്ള. സോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ കറൻ്റ്ലി രണ്ട് സെർവറും സെപ്പറേറ്റ് ആയിട്ടാണ് ലോഡ് റൺ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ സ്കീമ ഡോട്ട് ജേസൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക് ഡാറ്റയൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ. ഓക്കെ, റിസോൾവ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഒരു ഡാറ്റ, ഒരു യൂസർ ഒബ്ജക്റ്റാണ് ഇത് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഈ റിസോൾവ് ഫംഗ്ഷൻ്റെ ഉള്ളിലും സ്റ്റാറ്റിക്കാണ് ചെക്ക് ചെയ്യുന്നത് ലോ ഡാഷ് വെച്ചിട്ട്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇപ്പോൾ, കാരണം അത് തേർഡ് പാർട്ടി API വെച്ച് വിളിക്കുന്നത് കൊണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സിങ്ക്രോണസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ജസ്റ്റ് പോയി ലൂപ്പ് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്തെടുക്കുന്നു, ഡാറ്റ എടുത്ത് നമുക്ക് കൊണ്ടുതരുന്നു. സോ ഭയങ്കര സിങ്ക്രോണസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ അസിങ്ക്രോണസ് ആക്കി മാറ്റണം. സോ റിസോൾവ് ഫംഗ്ഷനിൽ എന്ന് വെച്ചാൽ അസിങ്ക്രോണസ് ആയിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും നമുക്ക്. പ്രോമിസ് യൂസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റിൽ പ്രോമിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അസിങ്ക്രോണസ് ആക്കി ചെക്ക് ചെയ്യാൻ പറ്റും. സോ പ്രോമിസ് ഞാൻ ഗോത്രൂ ചെയ്യുന്നില്ല, അത് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതുകൊണ്ട് ജസ്റ്റ് ഗോത്രൂ ചെയ്യാം. അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഉണ്ട്, റിസോൾവ് പെൻഡിങ് റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ് ഉണ്ട്. സോ അസിങ്ക്രോണസ് ആയിട്ട് വർക്ക് ചെയ്യും. അത് ബേസിക്കലി അതാണ് പ്രോമിസ് ഉള്ളത്. സോ നമ്മുടെ ഇവിടെ ഗ്രാഫിക്കൽ ഇപ്പോൾ അസിങ്ക്രോണസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പ്രോമിസ് റിട്ടേൺ ചെയ്യേണ്ടത്, റിസോൾവ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് ഗ്രാഫിക്കൽ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാക്കും. ഓക്കെ, അത് പ്രോമിസാണ് വന്നേക്കുന്നത്. എന്നിട്ട് അത് വെയിറ്റ് ചെയ്യും എന്തിന്, റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോമിസ് റിസോൾവ് ചെയ്യണമല്ലോ, അപ്പോൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് റിസോൾവ് ആയി കഴിഞ്ഞാൽ അതിലെ ഡാറ്റാസൊക്കെ എടുത്തിട്ട് യൂസർക്ക് അയച്ചു കൊടുക്കും ബേസിക്കലി. സോ അതാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രാക്ടീസ് കേസിൽ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൊറി മേക്ക് ചെയ്യുകയാണ്, നമ്മുടെ ഇത് ഗ്രാഫിക്കലിൽ നിന്നുള്ളത് ഒരു കൊറി ഇൻ്റർഫേസിന് ഒരു കൊറി മേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാഫ്ക്വലിൽ പോയിട്ട് ഗ്രാഫ്ക്വലിൽ നിന്ന് അത് ഇവിടേക്ക് പോകും, നേരെ JSON സെർവറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, JSON സെർവറിൽ പോയിട്ട് അത് 23 എന്നുള്ള യൂസറാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത് എക്സാമ്പിളായിട്ട്. സോ JSON സെർവർ റെസ്പോണ്ട് ചെയ്യും, ആ 23 എന്നുള്ള യൂസർ റെസ്പോണ്ട് ചെയ്തിട്ട് അത് ഗ്രാഫിക്കൽ ഡാറ്റയ്ക്ക് അയച്ചു കൊടുത്തിട്ട്, പക്ഷേ അത് പ്രോമിസ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യും. അത് റിസോൾവ് ആയ ശേഷം ആ ഡാറ്റയാണ് ബ്രൗസറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. സോ എല്ലാ ഡാറ്റ ഫെച്ചിങ്ങും നമ്മൾ നോഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നതെല്ലാം ഒരു അസിഗ്നേച്ചറിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അസിഗ്നേച്ചറാണ് നോഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഒരുവിധം ഡാറ്റ ഫെച്ചിങ് നമ്മൾ എടുത്താൽ. സോ അതുകൊണ്ട് പ്രോമിസ് ആയിരിക്കും നമ്മുടെ റിസോൾവ് ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്ത് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിലൊരു തേർഡ് പാർട്ടി ഔട്ട്സൈഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, ഔട്ട്സൈഡ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു HTTP മെത്തേഡ് കോൾ ചെയ്യണം. ലൈക്ക് ഒരു HTTP റിക്വസ്റ്റ് നമുക്ക് മേക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം റിസോൾവ് ചെയ്താണ് നമ്മൾ തേർഡ് പാർട്ടി പുറത്തൊരു ആപ്ലിക്കേഷനും ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഒരു ലോ ഡാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ചേഞ്ച് ചെയ്യണം. സോ HTTP മേക്ക് ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റ് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ജാവാസ്ക്രിപ്റ്റ് ഇൻബിൽട്ട് ലൈബ്രറി ഫെച്ച് യൂസ് ചെയ്യാം, ഓർ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ആക്സിയോസ് യൂസ് ചെയ്യാം. തേർഡ് പാർട്ടി ലൈബ്രറിയാണ് അത്. സോ ആക്സിയോസ് ഇത്തിരി കൂടി ഫേമസ് ആണ്. സോ ആക്സിയോസ് യൂസ് ചെയ്യുന്നത് ബെറ്റർ. അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ ആക്സിയോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിയോസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. സോ കറൻ്റ്ലി ഞാൻ സെർവർ ഒന്ന് ക്ലോസ് ചെയ്യാണ്, ടെർമിനേറ്റ് ചെയ്യാണ്. എന്നിട്ട് npm install Axios. ഇതൊരു HTTP റിക്വസ്റ്റ് മേക്ക് ചെയ്യാനുള്ള ലൈബ്രറിയാണ്. അധികം ഇല്ല, ചെറിയ സൈസാണ്, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാളായി. സോ അത് ഫുൾ ഇൻസ്റ്റാളായി. ഇനി ഞാൻ schema.jsലേക്ക് പോവുകയാണ്. നമ്മുടെ schema.jsൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോ ഡാഷൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എടുത്തിരുന്നത്, ഫൈൻഡ് ചെയ്തെടുക്കാനായിട്ട് പെർട്ടിക്കുലർ ഐഡി വെച്ചിട്ട്. അപ്പോൾ ലോ ഡാഷ് നമുക്ക് ആവശ്യമില്ല. സോ അത് ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനവിടെ ആക്സിയോസ് എഴുതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. റിക്വയർ ആക്സിയോസ്. അപ്പോൾ ആക്സിയോസ് ആയി നമ്മൾ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്
നമുക്കിത് HTTP റിക്വസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇൻബിൽട്ട് ലൈക്ക് ഈ ഒരു സ്റ്റാറ്റിക് ഡാറ്റ ഹാർഡ് കോഡ് ഡാറ്റയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക്. സോ അത് ഞാൻ റിമൂവ് ചെയ്യാണ്, കാരണം അത് ആവശ്യമില്ലല്ലോ. കാരണം നമ്മളിവിടെ ഡൈനാമിക് ആയിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യിക്കാൻ പോകുന്നത്. ഒരു തേർഡ് പാർട്ടി API നിന്ന് ഡാറ്റ എടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ നമുക്ക് ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ റിസോൾവ് മെത്തേഡിൻ്റെ ഉള്ളിൽ ഈ റിട്ടേൺ ഈ ലോ ഡാഷ് വെച്ച് ഫൈൻഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാനിവിടെ ആക്സിയോസ് മേക്ക് ചെയ്യാണ്. ആക്സിയോസ് ഡോട്ട് ഒരു ഗെറ്റ് കോൾ വിളിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഗെറ്റ് APIയിൽ വിളിച്ചിട്ട് നമ്മൾ ആക്സിയോസ് ഡോട്ട് ഗെറ്റ് APIയിൽ നമ്മൾ ആ URL മുമ്പ് സെർച്ച് എടുത്ത URL ഇല്ലേ, ഇപ്പോൾ ചെക്ക് ചെയ്താൽ അറിയാം, ലോക്കൽ ഹോസ്റ്റ് കോളൻ 3000/users ഇതിലാണല്ലോ നമുക്ക് ഡാറ്റ വരുന്നത്. കോപ്പി. ഓക്കെ, എന്നിട്ട് ഈ URL ഞാൻ കൊടുത്തു /users. എന്നിട്ട് പക്ഷെ ഇത് ഗെറ്റ് കോളാണ്. എന്നിട്ട് നമ്മൾ എന്താ പറയും /23 എന്ന് പറഞ്ഞാൽ എനിക്ക് 23-ൽ റെക്കോർഡ്. സോ നമ്മൾ കൊടുക്കുന്ന ID റെക്കോർഡാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ ഇത് മറ്റേ സ്ട്രിങ് ലെറ്ററിൽ യൂസ് ചെയ്തിട്ട് ആ കോഡ് വരുന്ന ID ഉണ്ടല്ലോ അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്യും, args.id. ഓക്കെ, സോ ഈ ഒരു URL വെച്ച് വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ID നമ്മൾ വരുന്ന ID ആണ്. ഞാനിപ്പോൾ ഹാർഡ് കോഡ് ചെയ്ത് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഹാർഡ് കോഡ് ചെയ്ത് 23 വന്നേക്കണേ. സോ ഇതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ ആ വരുന്ന നമ്മൾ സ്ട്രിങ്ങിൽ നിന്ന് ക്വറിയിൽ നിന്ന് പാസ് ചെയ്യുന്ന ID നമ്മൾ കൊടുത്തിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത് 23 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് പ്രോമിസാണ്. അപ്പോൾ ഡോട്ട് ദെൻ ഞാൻ കൊടുത്തു. എന്നിട്ട് റെസ്പോൺസ് ഇതായിട്ട് റിട്ടേൺ rest.data. ഓക്കെ, സോ ഇവിടെ rest.data കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്ന ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനൊരു ഇത് തുറക്കാം, ഡാറ്റ കോളൻ ഇങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത്. ആക്ച്വലി ഏകദേശം ഇങ്ങനെ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡാറ്റ നമുക്ക് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് rest.data നമ്മൾ എടുക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്നും കൂടി എങ്ങനെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ഒന്നും കൂടി ഇരുന്നിട്ട്. സോ rest.data എനിക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ബേസിക്കലി ഈ നമ്മൾ വിളിക്കുന്ന ഔട്ട്പുട്ട് എല്ലാം ഒരു ഡാറ്റ എന്ന് പറഞ്ഞ കീബോർഡിൽ ഒരു ആട്രിബ്യൂട്ടിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിലായിരിക്കും വരേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ rest.data നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ ഡയറക്റ്റാണ് വിളിക്കുന്നത് access.get എന്നൊക്കെ. സോ ഇത് ആക്ച്വലി ഐഡിയൽ വേ അല്ല ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വിളിക്കണം. അതിനെന്താ പറയുക വെച്ചാൽ നമ്മൾ ഒരു റിക്വസ്റ്റ് ഹാൻഡലറൊക്കെ വെച്ചിട്ട് നല്ല വേറെ റിക്വസ്റ്റ് ഹാൻഡലർ ഫംഗ്ഷൻ വെച്ചിട്ട് അവിടെ നിന്ന് കോൾ ചെയ്തെടുക്കണം. സോ അതൊക്കെയാണ് പ്രോപ്പർ മെത്തേഡ്. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ലേറ്റർ ഓൺ നമുക്ക് ഫ്യൂച്ചറിൽ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാൻ ടെർമിനലിൽ പോവാണ്. നമ്മുടെ ഒരെണ്ണം ഓൾറെഡി റണ്ണിങ് ആണ്, ഇത് ഞാൻ റൺ ചെയ്യണം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് പോയി ആക്സിയോസ് ഓക്കെ. സോ ഇത് സർവർ സ്റ്റാർട്ട് ചെയ്യണം ഞാനിപ്പോൾ. സോ 4000 ഇവിടെ 3000 ഓൾറെഡി ലിസണാണ്. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ഉണ്ടെന്നുള്ളത്. എന്നിട്ട് ബ്രൗസറിൽ പോയിട്ട് നമ്മൾ GraphQL നമ്മൾ വെച്ചു. ഇപ്പോൾ ID വന്നിട്ടുണ്ടല്ലോ, ഞാൻ ചുമ്മാ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇൻവാലിഡ് URL ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കൊടുത്ത URL തെറ്റാണ് അവിടെ. സോ നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് URL പറ്റിയെന്ന് നോക്കാം. ഇത് വേണ്ട, ഈ സ്ട്രിങ് ഡബിൾ കോട്ട്സ് ആവശ്യമില്ല, അതായിരുന്നു ഇഷ്യൂ. ചെക്ക് ചെയ്യണം, സർവർ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമുക്ക്. സോ ഇപ്പോൾ നമുക്ക് പേര് കിട്ടി സച്ച് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ അത് കൺട്രോൾ എങ്ങനെ വരുന്നത് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് മേക്ക് ചെയ്യുമ്പോൾ നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ റൂട്ട് ക്വറിയിലേക്ക് വരും. എന്നിട്ട് റിസോൾവ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ഒരു URL വിളിക്കുകയാണ്.
ഓക്കെ. സോ നമ്മളിവിടെ db.json ഡാറ്റ കൊടുത്തിട്ടുണ്ട് 2 അതൊരു തേർഡ് പാർട്ടി ലൈബ്രറി യൂസ് ചെയ്ത് മാത്രം നമ്മൾ തേർഡ് പാർട്ടി API ഔട്ട്സൈഡ് API വിളിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഡാറ്റ db.json കൊടുത്തുന്നത് നമ്മൾ തേർഡ് പാർട്ടി API വിളിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ലോക്കൽ ഹോസ്റ്റ് റൺ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സർവറിൽ തന്നെ രണ്ട് പോർട്ടായിട്ട് റൺ ചെയ്യുന്നുണ്ട്. മറ്റേ URLക്ക് കൊടുത്തിട്ട് args.id വരുന്ന ID ഇപ്പോൾ 23 പാസ് ചെയ്യുന്ന 23 എന്നുള്ളത് പാസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കിട്ടുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ എന്ന് വെച്ചാൽ 99 സൗരവ് കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ 99 കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി. സോ ഇപ്പോൾ ഇത് ആക്ച്വലി ഇതിലെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി API വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്തേക്കുന്നത് നമ്മുടെ റിസോൾവ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ഓക്കെ. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എന്നാൽ ബൈ.